പ്രവാസാനന്തരമായിട്ടുള്ളതായിട്ടുള്ള പ്രൊഫറ്റിക്കൽ ബുക്സ് എന്ന് പറയുന്ന അറിയപ്പെടുന്നത് ഹഗ്ഗായി, സക്കറിയ, മലാഖായി ഈ പുസ്തകങ്ങളെയാണ് പ്രവാസാനന്തരമുള്ളതായിട്ടുള്ള പ്രവചന പുസ്തകങ്ങളെന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ പുസ്തകങ്ങൾ ഒരുമിച്ച് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്ദേശം എസ്രായിലൂടെയും നെഹമ്യാവിലൂടെയും പ്രത്യേകിച്ച് ഈ രണ്ട് വിഷണറീസിലൂടെ, ഈ രണ്ട് ദർശകന്മാരിലൂടെ കാഴ്ചപ്പാടുള്ള രണ്ട് ദൈവത്തിന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വി ആർ ദ സെർവൻസ് ഓഫ് ഗോഡ്, ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ദൈവദാസന്മാരിലൂടെ ദൈവം തന്റെ പദ്ധതിയും ദൈവത്തിന്റെ ഇഷ്ടവും ഇസ്രായേലിനെ സംബന്ധിച്ചോളം നിവർത്തിച്ചെടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു പ്രവാസത്തിലേക്ക് പോയത് 3 ഘട്ടമായിട്ടാണെങ്കിൽ 3 തിരിച്ചുവരവും ഉണ്ടായി. ഏതാണ്ട് 538 സെരുബാബേലിന്റെ കീഴില് 49,800 ചില്ലുവാനം ആളുകൾ, റൗണ്ട് ഫിഗറിൽ പറഞ്ഞു കഴിഞ്ഞാൽ 50,000 പ്രവാസികൾ ഒരുമിച്ച് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇതായിരുന്നു. യെരുശലേമില് ആദ്യം വന്നിട്ട് അവിടെ യാഗപീഠം പണിയുക, ദൈവത്തിന്റെ ആലയം പുനഃസൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു സെരുബാബേലിന്റെ നേതൃത്വത്തിലുള്ള ഈ മടങ്ങി വരവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എസ്രായുടെ പുസ്തകം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ സെരുബാബേലിന്റെ നേതൃത്വത്തിലുള്ള ഈ മടങ്ങി വരവിനെ കുറിച്ചാണ് എസ്ര പറയുന്നത്. എസ്രയാണ് 1 ദിനവൃത്താന്ത പുസ്തകവും 2 ദിനവൃത്താന്ത പുസ്തകവും. ഇവൻ നെഹമ്യാവിന്റെ പുസ്തകം എഴുതിയത് എസ്രയാണെന്ന് പറയപ്പെടുന്നു. തീർച്ചയായിട്ടും ഈ ദിനവൃത്താന്ത പുസ്തകങ്ങൾ എസ്രയാണ്, അതുപോലെ തന്നെ നെഹമ്യാവിന്റെ പുസ്തകം നെഹമ്യാവാണെന്ന് പറയുന്നു. പക്ഷേ എസ്രായുടെ ആ പ്രീസ്ലി അല്ലെങ്കിൽ പൗരോഹിത്യ ഓർഡറിനെ കൂടുതൽ എംഫസിസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എസ്രയാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 1 മുതൽ 6 വരെയുള്ളതായിട്ടുള്ള അധ്യായങ്ങളിൽ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്നതായിട്ടുള്ള 50,000 പേരടങ്ങുന്നതായിട്ടുള്ള യഹൂദന്മാര് യെരുശലേമിൽ അവരുടെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കൃത്യനിർവഹണം അല്ലെങ്കിൽ അവരുടെ മിഷൻ എന്ന് പറയുന്നത് യെരുശലേം ആലയം പുനഃസ്ഥാപിക്കുക, അതിലൂടെ ദൈവിക ആരാധനയും ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ആത്മീയ ശുശ്രൂഷയായിരുന്നതായുള്ള യാഗം കഴിച്ച് ദൈവത്തോടുള്ളതായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ദൗത്യം എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 538 സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ കൂട്ടം ആളുകൾ തിരിച്ച് ഈ സൈറസ് കോരേശ് രാജാവ് ഇറക്കിയതായിട്ടുള്ള ഡിഗ്രി മുഖാന്തരമായിട്ട് അവർ വന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 1-ാമത്തെ അധ്യായത്തില് ഈ ഡിഗ്രിയെ കുറിച്ച് പറയുന്നുണ്ട്, വിളംബരത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതിനോടുള്ള ആളുകളുടെ പ്രതികരണത്തെ കുറിച്ച് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നതായുള്ള സമയത്ത് അവിടുന്ന് മടങ്ങി വന്ന യഹൂദന്മാരുടെ എത്ര പേരായിരുന്നു എന്നുള്ള എണ്ണമാണ് എസ്രയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തില് നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത്. അങ്ങനെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തില് അവര് വന്നിട്ട് ഈ ആലയത്തിന്റെ പണി പുനരാരംഭിക്കുകയാണ് ചെയ്തത്. ആലയത്തിന്റെ പണി ആരംഭിച്ചത് കറക്റ്റ് ഇവരുടെ പ്രവാസകാലം 605 മുതൽ 70 വർഷം കഴിഞ്ഞ് 536 അവര് കോരേശ് രാജാവ്, അതുവരെ അവർ സാമഗ്രികൾ ശേഖരിക്കുകയായിരുന്നു, കോരേശ് രാജാവിന്റെ കൽപ്പന പ്രകാരമുള്ളതായിട്ടുള്ള ആലയത്തിന്റെ പണി ആരംഭിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അവരാദ്യം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാഗപീഠം പണിയുകയും അതുപോലെ തന്നെ ആലയത്തിന് വേണ്ടിയുള്ളതായിട്ടുള്ള തറക്കല്ലിടുകയും ചെയ്തു എന്ന് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം സമഗമന കൂടാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രാധാന്യമേറിയ സ്ഥലം എന്ന് പറയുന്നത് ഏത് ആരാധനക്കാരനും ആലയത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നതിന് മുമ്പായി അല്ല, ഈ സമഗമന കൂടാരത്തിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ യാഗപീഠമാണ്. ചെല്ലുന്ന ആരാധനക്കാരൻ അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് അവൻ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. അപ്പൊ യാഗപീഠത്തിൽ യാഗം കഴിച്ചതിന് ശേഷമേ അവന് മുന്നോട്ട് പോകുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ അവർ ചെയ്തിട്ടുള്ള, അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും പരിഹാരത്തിന്റെ അടയാളമായി, സിംബോളിക്കായിട്ട്, അവരുടെ അകത്തുള്ളതായിട്ടുള്ള ആന്തരികമായിട്ടുള്ള അനുതാപത്തിന്റെ അടയാളമായി അവരെ ദൈവത്തിന്റെ സന്നിധിയിലെ പ്രാപ്തി പോലെ യാഗം കഴിച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ ആദ്യം പണിതത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടുള്ളതായിട്ടുള്ള വഷളായി പോയതായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാനായി ആദ്യം അവരവിടെ യാഗപീഠം പണിയുകയും പിന്നീട് ആലയത്തിന് തറക്കല്ലിടുകയും ചെയ്തു എന്ന് കാണുവാനായിട്ട് സാധിക്കും. നിർഭാഗ്യവശാൽ 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 6-ന്റെ 12 വരെ നമ്മൾ വായിക്കുന്നതായുള്ള സമയത്ത് ഇവിടെ വലിയ ഒപ്പോസിഷൻ അവർക്കുണ്ടാകുകയാണ്. ഒപ്പോസിഷൻ ഉണ്ടായിട്ട് ശമര്യക്കാരും ഒക്കെ അവരുടെ അടുക്കൽ വന്നിട്ട് ആലയം പണിയാനായിട്ട് ഞങ്ങളുടെ ചേരാമെന്ന് പറയുന്നു. അതിനവർ സമ്മതിക്കാതിരുന്നത് ദൈവത്തിന്റെ ആലയം പണിയുന്നത് ദൈവത്തിന്റെ ദാസന്മാരാണ്, ദൈവത്തിന്റെ മക്കളാണ്.
യാഗം ചെയ്ത് അവനോട് ഉടമ്പടി ചെയ്തവരാണ് ദൈവത്തിന്റെ ആലയം പണിയേണ്ടത്. ഈ ഇസ്രായേലുമായിട്ട് സംബന്ധമില്ലാത്ത, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാത്ത, കവനന്റ് റിലേഷൻഷിപ്പിൽ ഇല്ലാത്ത ആളുകൾ ആലയം പണിക്ക് വന്നപ്പോൾ അതിനെയൊക്കെ ഒരു കോംപ്രമൈസും ചെയ്യാതെ എസ്ര അതിനെ സെരുബാബേല് തടസ്സപ്പെടുത്തുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് അവര് നേരിട്ട് ഈ സെരുബാബേലിനെ എതിർക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ളതായുള്ള വലിയ ഒപ്പോസിഷൻ നിലനിന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, അർത്ഥഗസ്റ്റ രാജാവിന്റെ കാലത്തും അദ്ദേഹം എസ്രയുടെ കാലത്ത്, അതായത് ഈ മതിലിന്റെ പണി തുടങ്ങാനായിട്ട് തുടങ്ങിയപ്പോഴും ആ ഒപ്പോസിഷൻ ഇങ്ങനെ നീണ്ട വർഷങ്ങൾ നീണ്ടു നിന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് സൈറസിന്റെ കാലം കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്, ദാരിയാവേശ് രാജാവ്, അതായത് ഇസ്രായേലിന്റെ പേർഷ്യൻ രാജാവായി മാറിയപ്പോൾ അദ്ദേഹം വൃത്താന്ത പുസ്തകങ്ങളിൽ നിന്ന് കാര്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന്റെ ഓർമ്മ പുസ്തകങ്ങളിൽ നിന്നും ചരിത്ര പുസ്തകങ്ങളിൽ നിന്നൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ സൈറസ് അല്ലെങ്കിൽ കോരേശ് രാജാവ് ഇങ്ങനെ ഒരു ആലയം പണിയുവാനുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നടത്തിയിരുന്നു എന്നും പ്രത്യേകമായിട്ട് നമ്മൾ വായിച്ചറിയുകയാണ്. അങ്ങനെ അവര് ഈ ആലയത്തിന്റെ പണി വീണ്ടും ആരംഭിച്ചു. 520 BC, നീണ്ട 15 വർഷക്കാലം ഈ ആലയത്തിന്റെ പണി മുടങ്ങിക്കിടന്നു. അങ്ങനെ വീണ്ടും 520 BC, 536 BC-യിലാണ് ആലയത്തിന്റെ പണി അതിന് തറക്കല്ലിട്ട് തുടങ്ങിയത്. കോരേശിനോട് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ ആലയത്തിന് തറക്കല്ലിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 15 കൊല്ലം ആലയത്തിന്റെ പണി തടസ്സപ്പെട്ട് കിടന്നു. പിന്നീട് ദാരിയാവേശ് രാജാവിന്റെ രണ്ടാമത്തെ ഡിക്രി മുഖാന്തരമായി ആലയത്തിന്റെ പണി ആരംഭിച്ചു. അവിടെയും ഒപ്പോസിഷൻ ഒക്കെ ഉണ്ടായെങ്കിലും ശക്തിയോട് നിന്ന് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പണിയുവാൻ ഹഗ്ഗായിയും അതുപോലെ തന്നെ സക്കറിയ പ്രവാചകനും പ്രവചനത്തിലൂടെ അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവിടെയാണ് 4-ാം അധ്യായം സക്കറിയ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇതാ നിങ്ങൾ ചെയ്യുന്നത് സൈന്യത്താലല്ല ശക്തിയാലുമല്ല, സെരുബാബേലേ നിന്റെ കൂടെ ഉള്ളതായുള്ള 50,000 പേരുടെ ശക്തി കൊണ്ടോ ബലം കൊണ്ടോ അല്ല നീ ഇത് ചെയ്യുന്നത്. ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയാണ്. ഇത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രയെന്ന് വളരെ ശക്തിയേറിയ ദൂത് സക്കറിയ പ്രവാചകൻ ഇവിടെ സെരുബാബേലിനും ലീഡറായിട്ടുള്ള മിലിറ്ററി ലീഡറായിട്ടുള്ള സെരുബാബേലിനും അതുപോലെ തന്നെ പുരോഹിതനായിട്ടുള്ള യോശുവായ്ക്കും കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ആ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവർ പണി പിന്നെ ആരംഭിച്ചു. അവനാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ കൃപകൃപയെന്ന ആണിക്കല്ലോ കൃപകൃപയെന്ന ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആലയത്തിന്റെ ഒരു കല്ല് വെക്കുമ്പോൾ നിങ്ങൾ പറയും ഞങ്ങളുടെ സൈന്യ ബഹുത്വം കൊണ്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടോ ഒന്നുമല്ല, തീർച്ചയായിട്ടും ഇത് ദൈവത്തിന്റെ കൃപയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിന് ആണിക്കല്ല് കയറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് 6-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ യെരുശലേം ആലയത്തിന്റെ പണി കംപ്ലീറ്റ് ചെയ്തു. 615 BC-യിലാണ് യെരുശലേം ആലയത്തിന്റെ പണി കംപ്ലീറ്റ് ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ആലയമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതിഷ്ഠിച്ചു. 6-ാം അധ്യായം അതിന്റെ 16 മുതൽ 22 വാക്യം വരെ ഈ ആലയം പ്രതിഷ്ഠിച്ചു. അങ്ങനെ അവർ ആലയം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഉത്സവങ്ങൾ 7-ാം മാസം എന്ന് പറയുമ്പോൾ 515-ന്റെ 7-ാം മാസം എന്ന് പറയുമ്പോൾ ടാബർനാക്കിൾ അല്ലെങ്കിൽ കൂടാര പെരുന്നാളും ഡേ ഓഫ് അറ്റോൺമെന്റ് അല്ലെങ്കിൽ പാവരികാര യാഗവും അതുപോലെ തന്നെ പാസ് ഓവറും അവരാദ്യം തന്നെ അവിടെ സെലിബ്രേറ്റ് ചെയ്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആലയം ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള കേന്ദ്രമാണ്. ദൈവത്തോടുള്ളതായുള്ള യാഗത്തിലൂടെ അവർ ദൈവത്തോട് അവരുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം അവരെ ബലപ്പെടുത്തുകയും ദൈവത്തിന്റെ ആലയം വീണ്ടും പണിയുവാനായിട്ട് ഇടയായിത്തീരുകയും അവിടെ തീർച്ചയായിട്ടും ദൈവത്തിന്റെ നന്മകൾ മുഴുവനും ആലയത്തിലൂടെ അനുഭവിക്കാനായിട്ട് ജനത്തിനിടയായിത്തീരുകയും അവർ വീണ്ടും ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വിധികളും ന്യായപ്രമാണങ്ങളും അഭംഗം പാലിക്കുവാനായിട്ട് പ്രതിജ്ഞ ചെയ്തപ്പോൾ സംഭവിച്ചതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലത്ത് അവരുടെ രാജ്യരൂപീകരണത്തിന് ശേഷം അവരൊരുമിച്ച് സന്തോഷിച്ച് ആർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത് എന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ വലിയ വലിയ ആഘോഷത്തോടുകൂടെ അവർ വീണ്ടും അവരുടെ അവസ്ഥകളൊക്കെ മാറി തീർച്ചയായിട്ടും അവരിപ്പോൾ ദൈവസന്നിധി വളരെ സന്തോഷമുള്ളവരായി തീരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ 6 അധ്യായം അങ്ങനെയാണ് പറയുന്നത്. അതിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ് എസ്രയുടെ മടങ്ങി വരവിനെ കുറിച്ച് പറയുന്നത്. എസ്ര ഇസ്രായേലിലേക്ക് രണ്ടാമത്തെ മടങ്ങി വരവ് അത് 458 BC-യിലായിരുന്നു. എസ്ര ഒരു ശാസ്ത്രിയായിരുന്നു, വിദഗ്ധനായ ഒരു ശാസ്ത്രി എന്നാ പറഞ്ഞിരിക്കുന്നു. ന്യായപ്രമാണം സംബന്ധിച്ച് അതിലെ കാര്യങ്ങളൊക്കെ
സൂക്ഷ്മതയോട് അനുദിനം പഠിക്കുന്നവനും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവനും അതനുസരിച്ച് എല്ലാവരും ജീവിക്കണമെന്ന് കണ്ട് അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനായിരുന്നു യസ്ര എന്ന് കാണുവാനായിട്ട് സാധിക്കും. സോ യസ്രായിക്ക് അർത്തകസ് രാജാവ് വലിയ ശക്തിയായിട്ടുള്ള ഒരു ഓർഡർ കൊടുക്കുകയും അദ്ദേഹം തിരിച്ച് യെരുശലേമിലേക്ക് ഒരു വലിയ കൂട്ടം ആളുകളുമായിട്ട് യെരുശലേമിലേക്ക് വരികയും ചെയ്തു. ധാരാളമായിട്ടുള്ള സമ്മാനങ്ങളും അതുപോലെ തന്നെ സ്വർണവും പൊന്നും വെള്ളിയും ഒക്കെ അവന് കൊടുത്തയക്കി രാജഭണ്ഡാരത്തിൽ നിന്ന് പ്രത്യേകിച്ച് നെബൂഖദ്നേസർ രാജാവ് പിടിച്ചെടുത്തുകൊണ്ട് പോയതായിട്ടുള്ള ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുകയും അങ്ങനെ ആലയത്തെ അതിന്റെ പ്രൗഢിയിൽ അലങ്കരിക്കുവാനായിട്ട് രാജാവ് കൽപ്പന ഇടുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ യസ്ര തിരിച്ച് യെരുശലേമിലെത്തിയപ്പോൾ യസ്ര കണ്ടതായിട്ടുള്ള ഒരു സ്ഥിതി ഇതായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് ആലയമുണ്ടെങ്കിലും യാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരതുപോലെ തന്നെ പാസ് ഓവർ ഒക്കെ ആചരിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അവർ ആത്മീയമായിട്ടും ധാർമ്മികമായിട്ടും വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് പോകുകയാണ്. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടർമാനമായിട്ടുള്ള ദൈവവചനത്തിന്റെ പഠനവും അതിലുള്ളതായുള്ള ശ്രദ്ധ അവർക്ക് കുറഞ്ഞു പോകും തോറും ദൈവികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ അവരുടെ ശുഷ്കാന്തിയും അങ്ങനെ തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യസ്രയുടെ ഏറ്റവും വലിയ ജോലി എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ വീണ്ടും ആത്മീയമായിട്ട് റെസ്റ്റോർ ചെയ്ത് ആത്മീയമായിട്ട് അവരെ ശക്തരാക്കി അവരുടെ നിലനിൽക്കുന്നതായുള്ള അനാചാരങ്ങളെ ശക്തമായിട്ട് തുടച്ചു മാറ്റി ഈ ജനതയെ ഭൂമിയുടെ മുഖത്ത് മറ്റുള്ള ജാതികളുടെ മുമ്പിൽ ഒരു ശ്രേഷ്ഠ ജാതിയാക്കി ഒരു വിശുദ്ധ ജനമാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു യസ്രായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അതിന് യസ്ര അവരുടെ ഇടയിലുള്ളതായുള്ള പാവങ്ങളെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ വളരെ വ്യക്തമായ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു കാട്ടുകയും ചെയ്തു. 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു. അവരെ ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് സ്ത്രീകളെ ഭാര്യമാരായിട്ടും പുരുഷന്മാരെ ഭർത്താക്കന്മാരുമായിട്ടൊക്കെ എടുത്തവരുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എന്നാ പോകട്ടെ, അതിനെ ന്യായീകരിക്കാം, കോംപ്രമൈസ് ചെയ്താം, അതിനെയൊക്കെ വേണേ ഓർഡറാക്കി കൊടുത്തേക്കാവുന്നൊന്നുമല്ല പറഞ്ഞത്. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനത്തിന് അന്യജാതികളുമായിട്ടുള്ള സംസർഗം ജീവനുള്ള ദൈവത്തിൽ നിന്ന് അവരെ അകറ്റിക്കളയുകയും ദൈവത്തോടുള്ള വിശുദ്ധി അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വലിയ പദ്ധതിയായ മശിഹായ ലോകത്തിലേക്ക് അയക്കുന്നതും അല്ലെങ്കിൽ ജനം എപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ചാലകമായി നിൽക്കണമെന്നുള്ളതായിട്ടുള്ള ദൈവത്തിന്റെ വലിയ ഉദ്ദേശം തീർച്ചയായിട്ടും ഇല്ലാതായി തീരുകയും കണ്ടിട്ട് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കും 2:16 മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഐ ഹേറ്റ് ഡിവോഴ്സ്. ഞാന് എന്നാ പറയുന്നത് ഡിവോഴ്സിനെ എതിർക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ എങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ ഇവിടെ ലെസർ ഡാമേജ് ആണ് ദൈവം നോക്കുന്നത്. ഒന്നുകിൽ എന്ത് ചെയ്യണം, ഈ പുരുഷനെ ഈ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയെല്ലാം കല്ലെറിഞ്ഞ് കൊന്നുകളയാണ്. ഇനി അല്ല, ഇവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതിക്ക് പിന്നെയും വിഘാതമായി ഇവരനുഭവിച്ചതായിട്ടുള്ള അടിമത്തവും അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വീണ്ടും ഇവർക്കുണ്ടാകുകയും ഇവരടിമകളായിട്ട് പോവുകയും ചെയ്യേണ്ടി വരും. ആ വലിയ വിനാശത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വിദഗ്ധനായിട്ടുള്ള യസ്രാ ശാസ്ത്രിയുമായിരുന്നു, പുരോഹിതനുമായിരുന്നു. വചനം വായിക്കുന്ന സമയത്ത് നമുക്കത് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്കറിയാം ഈ യസ്രാ ശാസ്ത്രി ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അവരൊക്കെ അവരുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുണ്ട്. അവര് ഈ സപ്പറേഷൻ അവിടെ നടത്തുന്നുണ്ട്. ദൈവം നമ്മുടെ പാവങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന എന്താണെന്നറിയാമോ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ ഒരു പ്രൊഫഷണൽ പ്രാർത്ഥന നടത്തിയാൽ മതി, പാവങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. സക്കായിയുടെ പാവങ്ങളെ ദൈവം ഓർപ്പിച്ചതായുള്ള സമയത്ത് അവനൊരു നിന്ന് കഴിഞ്ഞിട്ട് അവൻ ആ പാവങ്ങളെ ഞാൻ ഇതൊക്കെ ചെയ്തു പോയി അങ്ങ് ക്ഷമിച്ചേക്കാൻ പറയുകയല്ല, കർത്താവെ ഞാൻ എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാവങ്ങളെ ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പ്രാർത്ഥനയിലൂടെ വാക്കുകളിലൂടെ തെറ്റായി പോയി എന്ന് പറയുന്നല്ല, അത് വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ശരിയായിട്ടുള്ള അനുതാപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ നമ്മുടെ പ്രവൃത്തിയിലേക്ക് ലീഡ് ചെയ്യും. ആ തെറ്റിനെ പിന്നെയും വെച്ചുകൊണ്ട് അതിനെ എന്താ പറയുന്ന ലീഗലൈസ് ചെയ്യുകയല്ല, മറിച്ച് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാനായിട്ട് തയ്യാറാണ്. അതാണ് റിയൽ കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് നമ്മുടെ ലോകത്തില് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ദൈവം പാതി മനുഷ്യൻ പാതി എന്നുള്ളതായുള്ള ചിന്തയുള്ള ആളുകളുണ്ട്. ക്രൈസ്തവരാണെങ്കിൽ പാപത്തെ അക്കോമഡേറ്റ് ചെയ്യാനും ഏതിനെയും കോംപ്രമൈസ് ചെയ്യാനും പറ്റുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അതിനെല്ലാം അനുരൂപമായിട്ടുള്ള ടീച്ചിങ് ഉണ്ട്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം എന്ത് കൽപ്പിക്കുന്നുവോ അത് ദൈവം കൽപ്പിക്കുന്നതാണ്. നോ കോംപ്രമൈസ് ഓൺ ഇറ്റ്. അതിന്റെ മുകളിൽ യാതൊരു വിധമായിട്ടുള്ള കോംപ്രമൈസും ഇല്ല. വാട്ട് ഗോഡ് സേസ്, വി മസ്റ്റ് ബി റെഡി ടു ഒബേ വാട്ട് ഗോഡ് സേസ്.
ദൈവം എന്ത് പറയുന്നുവോ അതിനെ ആശ്ചര്യമായിട്ട് അനുസരിക്കുവാനായിട്ട് നാം തയ്യാറാകണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താം. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരെ അവസാനം ചില ആപ്ലിക്കേഷൻസ് ഒരുമിച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താം. നെഹമ്യാവ് നമുക്കറിയാം ശൂഷൻ രാജധാനിയിൽ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. ഇവരൊക്കെ അവിടെ ചെന്ന് ജനിച്ചവരാണ്. ഈ നെഹമ്യാവൊക്കെ അവിടെ ചെന്ന് ജനിച്ചതാളൊരു ചെറുപ്പക്കാരനാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരു റെമനന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എക്കാലത്തും വേദപുസ്തകത്തിൽ ഉടനീളം വരച്ചു കാണിച്ചിട്ടുണ്ട്. ദൈവം വെള്ളപ്പൊക്കം കൊണ്ട് ലോകത്തെ മുഴുവനും സോദോം ഗൊമോറയെ നശിപ്പിച്ചപ്പോൾ ലോത്തിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി. ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നോഹയുടെ കുടുംബത്തെ ദൈവം രക്ഷപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, 7000 പ്രവാചകന്മാരെ ദൈവം പരിപാലിച്ച് ഭക്ഷണവും വെള്ളവും കൊടുത്ത് ആഹാബിന്റെ ക്രൂരമായുള്ള ഭരണകാലത്ത് ദൈവം പരിപാലിച്ചിട്ടുണ്ട്. നമ്മൾ 11-ാം അധ്യായം റോമാലേഖനം വായിക്കുമ്പോൾ ദൈവം ഒരു ശേഷിപ്പിനെ എല്ലാ കാലത്തും ശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവരൊക്കെ അടിമകളായിട്ട് പോയി എങ്കിലും ഹബക്കൂക്കിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 2:4 അവിടെ ഹബക്കൂക്ക് അങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു. ആദ്യം ന്യായവിധി ഈ ജനത്തിന്റെ മേൽ അയക്കണം എന്ന് ഹബക്കൂക്ക് അപ്പീൽ ചെയ്തവനാണ്, അഡ്വക്കേറ്റ് ചെയ്തവനാണ്. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയാമോ? ദൈവം ന്യായം വിധിക്കുമെന്ന് കണ്ടപ്പോൾ ഈ ഹബക്കൂക്ക് പറയുകയാണ്, ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ബാബിലോണിനെയാണോ അതിനേക്കാൾ കുറച്ച് പാപം ചെയ്യുന്ന യഹൂദയെ ശിക്ഷിക്കാൻ നീ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ആ സമയത്ത് ദൈവം ഹബക്കൂക്കിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2:4 ആ 2:4 ഇങ്ങനെ പറഞ്ഞത്, എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന പ്രവാസികളായിട്ട് പോകേണ്ടി വരുന്ന ദാനിയേലോ ചന്ദ്രക്കോ മേശക്കോ അബേദ്നെഗോവോ എസ്രായോ നെഹമ്യാവോ ഇനിയും സെരുബാബേലോ യോശുവയോ ഊആർ മേവി ആരായിക്കോട്ടെ, ദൈവത്തെ അറിഞ്ഞവന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള വിശുദ്ധന്മാര് അന്യദേശത്ത് പ്രവാസികളാണെങ്കിൽ പോലും അവരവിടെ വിശ്വാസത്തിൽ ജീവിക്കും. വിത്തൗട്ട് എനി കോംപ്രമൈസ്, യാതൊരു കോംപ്രമൈസും ഇല്ലാതെ അവർ ജീവിക്കും. ഒരു സെക്യുലർ വേൾഡിൽ, ഒരന്യദേശത്ത് നമുക്ക് എങ്ങനെ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് ഈ യുവാക്കളുടെ ജീവിതവും അവരുടെ സാക്ഷ്യവും അവരുടെ സമർപ്പണവും എന്ന് കാണുവാനായിട്ട് സാധിക്കും. നെഹമ്യാവ് ഇപ്പോൾ യെരുശലേമിൽ ഇപ്പോൾ അവർ പോയി ആലയം പണിതു, ആരാധന പുനഃസ്ഥാപിച്ചു. അവിടെ യെസ്രയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും ഒരിക്കല് രാജാവ് തടഞ്ഞിട്ടതായിട്ടുള്ള ഈ മതിലിന്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല. ആ സമയത്ത് തന്റെ സഹോദരനായ ഹനാനിയും ചില യഹൂദ പുരുഷന്മാരും കൂടെ ശൂഷൻ രാജധാനിയിൽ നെഹമ്യാവിനെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ ആദ്യം അവൻ ചോദിച്ചത് ഇതാണ്, ഇവിടെ പ്രവാസം തെറ്റിയൊഴിഞ്ഞു പോയതായിട്ടുള്ള ശേഷിപ്പ് അവിടെ എങ്ങനെ ഇരിക്കുന്നു, അവിടുത്തെ ആ സ്ഥലത്തിന്റെ രീതി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്കറിയാം, അവർ പറയുകയാണ്, പട്ടണം തീയിട്ട് ചുറ്റും, വാതിലുകൾ തീയിട്ടൊക്കെ ചുറ്റും അത് നാമാവിശേഷമായി കിടക്കുകയാണ്. അവിടുത്തെ ജനം ഇപ്പോഴും വളരെ അപമാനത്തിലാണെന്ന് പറയുകയാണ്. നെഹമ്യാവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഒരു പാനപാത്രവാൻ എന്ന് പറയുമ്പോൾ ബൗദ്ധികമായിട്ട് അദ്ദേഹം വലിയ കഴിവുള്ളവനായിരുന്നു, കാര്യങ്ങളെ വിവേചിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ള, വൈകാരികമായിട്ടുള്ള പക്വതയുള്ള മനുഷ്യനായിരുന്നു. ആത്മീയമായിട്ട് വാസ്തവമായിട്ട് അദ്ദേഹം ഒരു ധീരനായിരുന്നു. സംഭവിച്ചറിയാമോ? ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ഇരിക്കുകയാണ്, ദൈവത്തിനെ കുറിച്ച് അവൻ ഓർക്കുകയാണ്, ദൈവത്തിന്റെ ശക്തിയും വല്ലഭത്വവും ഭയങ്കരത്വവും അവൻ ധ്യാനിക്കുകയാണ്. അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ നെഹമ്യാവിന് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ വല്ലഭത്വം, ദൈവത്തിന്റെ ജനത്തിന് അവനോടുള്ളതായുള്ള ഉടമ്പടി, ഇതെല്ലാം മനസ്സിലായപ്പോൾ ദൈവത്തെ ഉള്ളതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ നന്ദി കരേറ്റി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വിട്ടകന്നതിനെ വളരെ ശക്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് താനും അവരുടെ പാപത്തില് തന്റെ പാപമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പാപത്തോട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ ഒട്ടും കുറയ്ക്കാതെ അവന്റെ കരുണയ്ക്ക് വേണ്ടി, ദയക്ക് വേണ്ടി ഇപ്പോൾ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നതായിട്ട് 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, ഒരു കാലത്ത് ഈ മതിലിന്റെ പണി മുടക്കി കളഞ്ഞതായിട്ടുള്ള രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ രാജാവിന്റെ മുമ്പിലാണ് നെഹമ്യാവ് നിൽക്കുന്നത്. രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്നതായുള്ള സമയത്ത് തീർച്ചയായിട്ടും വളരെ പ്രാർത്ഥനാപൂർവമാണ്. അവൻ കഴിച്ച അപേക്ഷ എന്ന് പറയുന്ന വളരെ ജ്ഞാനത്തോടു കൂടി അപേക്ഷ കഴിച്ചു. അവനോട് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചു. നമുക്കറിയാം, രാജാവിടെ ഡിഗ്രി പുറപ്പെടുവിക്കുകയാണ് പോകുവാനായിട്ട്. ഇതിനെ നെഹമ്യാവ് പറയുന്നത്, രാജാവ് ഡിഗ്രി പുറപ്പെടുവിച്ചുവെങ്കിലും ദൈവത്തോട് ഞാൻ പറഞ്ഞു, ദൈവം അതിന് തന്ന മറുപടിയായിട്ടാണ് പറയുന്നത്. ഈ ലോകത്തിലെ രാജാക്കന്മാരെ, ടീച്ചർമാരെ, സയന്റിസ്റ്റുകളെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ ദൈവം ഉപയോഗിക്കും.
കോരേശ് രാജാവിനെ പോലുള്ളതായിട്ടുള്ള ലോക മനുഷ്യരെ, അല്ലെങ്കിൽ യഹോവയുമായിട്ടുള്ള ഉടമ്പടി വരാത്ത ആളുകളെയൊക്കെ ദൈവം തന്റെ പദ്ധതിക്കും ഇഷ്ടത്തിനും വേണ്ടി ഉപയോഗിക്കുമെന്ന് കാണാനായിട്ട് സാധിക്കും. 2-ാം അധ്യായം 9 മുതൽ അവിടെ മതിലിന്റെ പണിക്കുള്ളതായുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങുന്നതായിട്ട് നമ്മൾ വായിച്ചറിയുകയാണ്. ഈ മതിലിന്റെ പണിക്ക് ഇനി ചെന്നപ്പോൾ തന്റെ പ്ലാൻ എല്ലാം എല്ലാവരോടും പറയല്ലായിരുന്നു. ചില പുരുഷന്മാരോട് വിളിച്ചോണ്ട് പോയി ഇവിടെ ഇടിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ഈ മതിലുകളും ഗോപുരങ്ങളും അതെല്ലാം ചുറ്റി സഞ്ചരിച്ച ഒരു രാത്രിയെ കാണുകയും പിന്നീടാണ് ഈ ജനത്തോട് തന്റെ പദ്ധതികളൊക്കെ പറയുകയും അങ്ങനെ മതിലിന്റെ പണിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തു. എന്നിട്ട് ഓരോ കുടുംബങ്ങൾക്കും അവരുടെ ഗോത്രങ്ങൾക്കും അവരവർ താമസിക്കുന്ന സ്ഥലത്ത് ഇടിഞ്ഞു കിടക്കുന്ന ഭാഗം പണിയുവാനായിട്ട് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഡെലിഗേഷൻ ഓഫ് ഹിസ് വർക്ക്, അവന്റെ ഈ പ്രവർത്തനങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ നെഹമ്യാവ് 4-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ സൻബലത്തും തോബിയാവും അവരൊക്കെ ഭരണകർത്താക്കന്മാരാണ് ശമരിയുടെ ഒക്കെ. അവരുടെ അതിഭയങ്കരമായുള്ള എതിർപ്പ് ഈ പണിയിൽ ഉണ്ടായി. അതിനെയൊക്കെ എങ്ങനെയാണ് നെഹമ്യാവ് കൈകാര്യം ചെയ്തത്? നെഹമ്യാവ് ഈ പ്രശ്നങ്ങളെയൊക്കെ ആ എതിർപ്പുകളെയൊക്കെ ദൈവത്തോട് പറഞ്ഞ് അതിനെയൊക്കെ അതിജീവിച്ചു. അത് മാത്രമല്ല, അകത്ത ഇഷ്ടം പോലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. അതിനെയൊക്കെ നെഹമ്യാവ് തരണം ചെയ്ത് മുന്നേറിയതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അവൻ യെരൂശലേമിന്റെ ഗവർണറായിട്ട് തന്നെ 12 വർഷം അവനെ ബിൽഡിങ് ഇത് പണിയാൻ വന്നെങ്കിലും യെരൂശലേമിന്റെ ഗവർണറായി 5-14 തൊട്ട് വായിക്കുമ്പോൾ കാണുവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നെഹമ്യാവിനെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവനെതിരെ അപവാദങ്ങൾ പറയാനും ഇല്ലായ്മ ചെയ്യുവാനായിട്ടും ആളുകൾ ശ്രമിച്ചപ്പോൾ അതിനെയെല്ലാം ദൈവത്തിലുള്ള ആശ്രയത്തിലും വിശ്വാസത്തിലും ദർശനത്തിലും അതിനെയൊക്കെ നെഹമ്യാവ് അതിജീവിക്കുന്നതായിട്ട് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏതാണ്ട് 52 ദിവസം കൊണ്ട് 6-15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 52 ദിവസം കൊണ്ട്, 2 മാസം പോലും തികച്ചെടുത്തില്ല, 52 ദിവസം കൊണ്ട് ഈ യെരൂശലേമിന്റെ മതിലുകള്, അതിന്റെ 10 കവാടങ്ങളും 3 ഗോപുരങ്ങളും അറ്റകുറ്റപ്പണിയും ചിലത് ഇടിഞ്ഞ് കംപ്ലീറ്റ് പോയതും എല്ലാം പുതുക്കി പണിതതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അത് പുതുക്കി പണിതു. പിന്നീട് 7 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ ഈ പട്ടണം എങ്ങനെ സൂക്ഷിക്കപ്പെടണം, ഗേറ്റുകൾ അടച്ചിടണമെന്നും ജനങ്ങൾ ഇതിനകത്ത് സുരക്ഷിതരായിരിക്കണമെന്നും അവരുടെ ഭൗതികമായ സുരക്ഷിതത്വം, അതുപോലെ തന്നെ കടന്നു വന്ന യഹൂദന്മാരുടെ എണ്ണമെടുക്കുകയും ആ എണ്ണമെടുത്ത് തിട്ടപ്പെടുത്തുകയും അവരുടെ സ്ഥലങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് നെഹമ്യാവിന്റെ കാലത്തും എസ്രാ ശാസ്ത്രി 7-73 മുതൽ 10-39 വരെയുള്ള ഭാഗങ്ങളിൽ എസ്രാ വീണ്ടും ദൈവത്തിന്റെ ന്യായപ്രമാണം ജനത്തെ പഠിപ്പിക്കുകയും അവരെ വചനത്തിൽ ഉറപ്പിക്കുകയും അവരെ ദൈവത്തിന്റെ കൽപ്പനകളിൽ നടത്തുകയും ചെയ്തു. അങ്ങനെ വലിയൊരു ഉണർവ് ഇപ്പോൾ ഈ മതില് പണിത് കഴിഞ്ഞിട്ടും ആ ജനത്തിനിടയിൽ ഉണ്ടാകുകയാണ്. വീണ്ടും ഈ ആലയം യെരൂശലേം മതിലുകളുടെ പണി വീണ്ടും ആരംഭിക്കുകയും 12-ാം അധ്യായം 27 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഈ പ്രതിഷ്ഠ നടത്തുന്നതായുള്ള സമയത്ത് ഇസ്രായേൽ ജനം ആകമാനം ദൈവത്തിൽ സന്തോഷിക്കുകയും അവരാനന്ദിക്കുകയും ചെയ്തു എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാലത്ത് വളരെ നിരാശപ്പെട്ട് കഴിഞ്ഞതായിട്ടുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ, യെരൂശലേമിനെ ഓർക്കുമ്പോൾ കരഞ്ഞു പോകുന്ന ആളുകൾ, ദൈവത്തിന്റെ നാമം വസിക്കുന്നതായിട്ടുള്ള സ്ഥലം, ദൈവത്തെ ആരാധിക്കുന്നതായുള്ള സ്ഥലം, ദൈവം തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് പ്രോമിസ് ചെയ്യുന്നതായിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള സ്ഥലം അവർ തിരിച്ചു വന്ന് അവരുടെ കുറവുകളും പാപങ്ങളും ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞ് ദൈവത്തോടുള്ളതായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിൽ ആരാധന പുനഃസ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ, യാഗം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറഞ്ഞതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തോടൊപ്പം ഉള്ളതായുള്ള നമ്മുടെ യാത്രയാണ്, ദൈവവചന പ്രകാരമുള്ള നമ്മുടെ യാത്രയാണ്, അതുപോലെ തന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തോട് അലൈൻ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ യാത്രയാണ്. തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടുള്ള സന്തോഷവും സമാധാനവും അനുഗ്രഹവും തരുന്നത്. ഒരു വലിയ ഡേഞ്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മെ എല്ലാം ഉള്ള അവസ്ഥയിലേക്ക്, നല്ല വീടുകള്, സഞ്ചരിക്കുവാനുള്ള കാറ്, സൗകര്യങ്ങള്, സുഖങ്ങൾ വർദ്ധിക്കുന്നതാണ് സമയത്ത് നമ്മൾ ദൈവത്തെ പതുക്കെ പതുക്കെ മറന്നു പോവുകയും നമ്മുടെ ആശ്രയം നമ്മളിൽ തന്നെ ആയി തീരുകയും ദൈവത്തോട് അങ്ങനെ പാപം ചെയ്യുന്നതിന്റെ ഫലമായി ദൈവം തന്നെ നമ്മളെ മറന്നു കളയുകയും ശിക്ഷിക്കുകയും ചെയ്യും. അതിന്റെ അനന്തര ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതെല്ലാം പരാജയത്തിലും നിരാശയിലും മറ്റുള്ള എതിർപ്പുകളൊക്കെ വരുമ്പോൾ അതിനോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ധൈര്യമില്ലാതെ അശക്തരായി
എന്നാ പറയുന്ന നിരാശയിലും ഭാരത്തിലുമൊക്കെ ആയിത്തീരുന്ന അവസ്ഥയാണ്. അതേ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടു കൂടെ ദൈവവചനപ്രകാരം ദൈവത്തിന്റെ ചട്ടങ്ങളും വിധികളും പ്രകാരമാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ തരുന്ന സന്തോഷവും സമാധാനം ലോകത്തിനെടുക്കാനോ കൊടുക്കാനോ കഴിയാത്ത ശാശ്വതമായുള്ള സന്തോഷവും സമാധാനവുമാണ്. പിന്നീട് നെഹമ്യാ എന്താ ചെയ്തത്? നെഹമ്യാ 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ വലിയ റിഫോർമേഷൻ, വലിയ രൂപാന്തരം, വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഇസ്രായേലിൽ ഉണ്ടാക്കുകയാണ്. അവരെ ദൈവവചന പ്രകാരം ജീവിക്കാനായിട്ട് അവരെ പ്രത്യേകമായിട്ട് ഉത്സാഹിപ്പിക്കുകയാണ്. അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. ഞങ്ങൾ അന്യജാതിക്കാരികളെ ഭാര്യമാരായിട്ട് എടുക്കുകയില്ല, അങ്ങനെയുള്ളതായിട്ടുള്ള എന്നാ പറയുന്ന ഇന്റർമാരിയേജിന് ഞങ്ങൾ നിന്നു കൊടുക്കുകയില്ല എന്ന് അവരോട് പ്രതിജ്ഞ ചെയ്യുകയാണ്. അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. ഞങ്ങൾ ശബത്ത് വരുമ്പോൾ, ഞായറാഴ്ച ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ഞങ്ങളുടെ പണിക്ക് വേണ്ടിയൊന്നും ഞങ്ങൾ പോകത്തില്ല. ശബത്തിനെ ഞങ്ങൾ പ്രമാണപ്രകാരം ശുദ്ധീകരിക്കാനായിട്ട് എപ്പോഴും ഓർക്കും. അങ്ങനെ അത് അവർ പ്രതിജ്ഞ ചെയ്ത് അതിനെ മുദ്ര വെക്കുകയാണ്. അത് മാത്രമല്ല, ആലയത്തിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ എപ്പോഴും സഹായിക്കും. പുരോഹിതന്മാരോട് ശുശ്രൂഷ ചെയ്യുമ്പോൾ, ലേവ്യർ അവിടുത്തെ ആലയത്തിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നിറവേറ്റുവാനായി ദൈവം തരുന്നതെന്ന് ദശാംശം ഞങ്ങൾ കൊടുക്കും. എന്നിട്ട് ലേവ്യർ അത് മേടിച്ചിട്ട് ഞങ്ങൾ ആർക്കും ദശാംശം കൊടുക്കണ്ട എന്ന് പറയുന്ന രീതിയല്ല. അവരോടും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ദശാംശത്തിന്റെ ദശാംശം ദൈവത്തിന്റെ ആലയത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നൽകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവജനത്തോട് പറയുകയാണ്. ഇതൊരു ഓപ്ഷനൊന്നുമല്ല. ദൈവത്തിന്റെ ജനത്തോട് പറയുകയാണ്, ദൈവത്തിന്റെ ആലയത്തിലെ കാര്യങ്ങളൊക്കെ വളരെ ചന്തമായിട്ടും ഭംഗിയായിട്ടും പോകുന്നതിന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള നന്മകളുടെ ദശാംശം നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരണം. അതിലൊക്കെ അവർ പരാജയപ്പെട്ടു പോയി. ഒരു പ്രാവശ്യം വീണ്ടും നെഹമ്യാവ് ശൂശൻ രാജധാനി പോയി തിരിച്ചു വന്നപ്പോൾ വീണ്ടും അവർ പാപത്തിൽ മുഴുകിയിരിക്കുന്നത് കണ്ടിട്ടാണ് വീണ്ടും അവരെ റിഫോം ചെയ്യാനായിട്ട്, നവീകരിക്കുവാനായിട്ട് നെഹമ്യാവ് ശ്രമിക്കുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ പിന്നെയും വീഴ്ച അവരുണ്ടാക്കിയപ്പോൾ നെഹമ്യാവിനറിയാം പാപത്തിന്റെ അനന്തരഫലം എത്ര ഭയാനകമാണെന്ന് അറിയാവുന്ന നെഹമ്യാവ്, അതെ, തീർച്ചയായിട്ടും എസ്രായൊക്കെ ചെയ്തു തന്നെ അവര് മണ്ണിലും പൊടിയിലും ഒക്കെ ഇരുന്ന് അവരുടെ വസ്ത്രങ്ങളെ കീറി മണ്ണ് വാരിയൊക്കെ തലയിലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭയാനകമായ ശിക്ഷാവിധിയാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ചട്ടങ്ങളിൽ നിന്നുള്ള വ്യതിചലനത്തിലൂടെ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ അവിശുദ്ധമായിട്ടുള്ള ബന്ധങ്ങൾ. രണ്ടാമത്തെ കാര്യം, ശബത്ത് ആചരിക്കുക, ദൈവത്തെ ആരാധിക്കുന്നതിന് യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. പിന്നീട് ആദ്യ ഫലം നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ കടിഞ്ഞൂലുകളിൽ നിന്നും മക്കളിൽ നിന്ന് ആദ്യ ഫലം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കണം എന്ന് പറയുകയാണ്. ലേവ്യരോട് പറയുകയാണ്, നിങ്ങൾ ദശാംശം നൽകണം. അങ്ങനെ കാര്യങ്ങളെയൊക്കെ അതിന്റെ ക്രമത്തിലാക്കി. ഞാൻ നിർത്തട്ടെ. തീർച്ചയായിട്ടും എസ്രാ എന്ന് പറയുന്ന ആത്മീയ ലീഡറും ആത്മീയ ലീഡറും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനിൽ വളരെ ശക്തനായിട്ടുള്ള നെഹമ്യാവ് ദൈവം അവർക്ക് കൊടുത്തതായിട്ടുള്ള വലിയ ദർശനം, അതിലൂടെ അവരുടെ മിഷൻ എന്താണെന്ന് അവര് കറക്റ്റായിട്ട് മനസ്സിലാക്കി. ഈ എസ്രായിക്കുടെ ദർശനം എന്താണെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം ഈ ജനം അറിഞ്ഞ് ആ ന്യായപ്രമാണം പ്രമാണിച്ചെങ്കിൽ മാത്രമേ അവര് ദൈവത്തിന്റെ കൊള്ളാവുന്നവരായി, ദൈവത്തെ പ്രസാദിക്കുന്നവരായി തീരത്തുള്ളൂ. അതിന് വചനം പഠിപ്പിക്കണം. ദർശനം അതായിരുന്നു. മിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ന്യായപ്രമാണം, ദൈവജനത്തെ പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു. നെഹമ്യാവിന്റെ വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ അപമാനം മാറി ഭൗതികമായിട്ട് അവർ വളരെ സെക്യൂർ ആയിട്ട് മാറണം. അവരുടെ ഭൗതിക സെക്യൂരിറ്റിയേക്കാൾ അപ്പുറമായിട്ട് അവർ ദൈവത്തിന്റെ വചനത്തിന്റെ വഴികളിൽ നടക്കുന്നവരായി തീരണം. ദൈവത്തെ അവര് അനുസരിക്കുന്നവരായി തീരണം. അവര് ചുമ്മാ ശ്രദ്ധയില്ലാതെ പാപം ചെയ്യുന്നവരായിട്ട് ഒരിക്കലും തീരരുത്. അവരെ പാപത്തോട് ഒരിക്കലും സന്ധി ചെയ്യുന്നവരായി, കോംപ്രമൈസ് ചെയ്യുന്നവരായിട്ട് ഒരിക്കലും തീരാൻ പാടില്ല. അവര് വല്ലപ്പോഴും ദൈവത്തെ വിളിച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അനുസരണക്കേട് കാണിക്കുന്നവരായി തീരാൻ പാടില്ല. അങ്ങനെ ഒരു സമൂലമായിട്ടുള്ള റിഫോർമേഷൻ ആണ് ഇവിടെ നെഹമ്യാവും എസ്രായും ഇസ്രായേല് പ്രവാസാനന്തരം വീണ്ടും രാജ്യത്തേക്ക് തിരിച്ചു വന്ന ഇസ്രായേലിനെ അവിടെ നിലനിർത്തി കർത്താവ് വരുവോളം അവരവിടെ കാണണമെന്നും ദൈവത്തിന്റെ പദ്ധതി ആ ദേശത്തിലൂടെ അവർ ചെയ്തെടുക്കണമെന്നുള്ളതായിട്ടുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ ഈ രാജ്യങ്ങളെ നവീകരിക്കുവാൻ ഈ രണ്ട് ദർശനത്തോടു കൂടിയുള്ള ശക്തിയായിട്ടുള്ള ദൈവദാസന്മാര്, അവർക്ക് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു. നമുക്കറിയാം, നമ്മളെ ദൈവം ഒരു വലിയ ആലയ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ടെമ്പിളിന്റെ പണിയുടെ ശുശ്രൂഷയിലല്ല. എവിടെയെങ്കിലും കുറച്ച് പള്ളി പണിതിട്ട് കോടികൾ പണിയുന്നത് തന്നെ അല്ല. നമുക്ക് ഇന്ന് നമ്മുടെ ശരീരത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നത്, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ
ദൈവത്തിന്റെ വചനത്തിന്റെ വഴികളിലൂടെ നടത്തി അവന്റെ ഇഷ്ടങ്ങൾ നമ്മളിൽ സഫലീകരിച്ച് അവന്റെ പദ്ധതി നമ്മളിൽ പൂർത്തീകരിക്കാനായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ആ ആലയം പണിയിൽ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. വചനത്തിന്റെ വഴിയിലൂടെ അതിനെ പക്വതയോടെ പടർന്നെടുത്ത് ഒരു ആത്മീയ ഗ്രഹമാക്കി തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു കാര്യം ഈ രണ്ട് പുസ്തകങ്ങളിൽ നിന്നും തരുന്ന ഒരു പ്രധാനപ്പെട്ട സത്യമാണ്. അത് മാത്രമല്ല, ഈ രണ്ട് ദൈവദാസന്മാരും വലിയ വിധമായിട്ടുള്ള എതിർപ്പുകളെ അവരുടെ ശുശ്രൂഷയില് നേരിടേണ്ടതായിട്ട് വന്നു. പക്ഷെ അവരതിനെയൊക്കെ സധൈര്യം അഭിമുഖീകരിച്ച് മുന്നേറി. അതിനെ അഭിമുഖീകരിക്കാനായിട്ട് ചിലപ്പോൾ രാജാക്കന്മാരെയൊക്കെയാണ് ദൈവം ഉപയോഗിച്ചത്. ജാതികളായിട്ടുള്ള ആളുകളെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ചില ആളുകൾ അവരെ ഒപ്പോസ് ചെയ്തവരെ പോലും ദൈവം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുവാൻ പിശാചായവൻ അലറുന്ന സിംഹം പോലെ അത് ആരെ വിഴുങ്ങണ്ടു എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിൽ നമുക്ക് വിജയമുണ്ട്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 2:9 പറയുന്നത്, എന്താ, ദൈവത്തിന്റെ സകല സമ്പൂർണതയും ക്രിസ്തുവിൽ ദേഹരൂപമായിട്ട് വസിക്കുന്നു. എന്നിട്ട് അപ്പോസ്തലൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സത്യമുണ്ട്. സോ വി ആർ കംപ്ലീറ്റ് ഇൻ ഹിം, ദ ഫുൾനെസ് ഓഫ് ഗോഡ്ഹെഡ് bodily dwelleth in him, in Jesus Christ. And then he says we are complete in him. So നാം ക്രിസ്തുവിലാണ്. ഒരു ദോഷവും തട്ടാതെ വണ്ണം അവൻ നമ്മെ പരിപാലിക്കുന്നവനാണ്. ആ പാപത്തിന്റെ ശക്തിയെ തകർത്ത് കളഞ്ഞവനാണ്. പാപത്തിന്റെ സാന്നിധ്യത്തെ പോലും ഒരിക്കൽ നമ്മിൽ നിന്ന് അകറ്റി അവന്റെ രൂപത്തോട് നമ്മെ അനുരൂപമാക്കി തീർക്കുവാൻ അവന്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. അതുകൊണ്ട് ശത്രുവിന്റെ ഏത് എതിർപ്പുകൾ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കണം. ഇനി ഇവർക്ക് ചില താമസങ്ങളൊക്കെ നേരിട്ടു, അതൊരിക്കലും പരാജയമല്ല. ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ ചില പാഠങ്ങളൊക്കെ പഠിപ്പിക്കാൻ സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രയെ, നീ ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം എന്റെ കൃപ കൊണ്ടാണെന്ന് നമ്മെ പഠിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ഓരോ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ചിലതിനൊക്കെ താമസം നേരിട്ടു എന്ന് വന്നേക്കാം. ഡിലേ ഈസ് നോട്ട് എ ഡിഫീറ്റ്. അത് ഒരിക്കലും ഒരു പരാജയമല്ല എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം പല രീതികളെ ഉപയോഗിക്കും. അതുപോലെ തന്നെ അതിനകത്തൂടെയൊക്കെ ദൈവം പറയുന്നത് ഗോഡ് ഈസ് സോവറിൻ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവരിതിങ്. എല്ലാറ്റിലും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ പരമാധികാരവും അവന്റെ നിയന്ത്രണവും ഉണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആധുനിക ക്രിസ്തീയ ലീഡേഴ്സ് വാസ്തവത്തില് നെഹമ്യാവിനെ പോലെ സ്കിൽഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലും ആത്മീയമായിട്ടുള്ള ഉന്നതമായ ദർശനവും ഉണ്ടെങ്കിൽ ചർച്ചകൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടതായി തീരും, ജനം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. അവരുടെ സൗഭാഗ്യങ്ങളൊക്കെ അവർ മാറ്റിവെക്കും. നെഹമ്യാവ് ഒരു ഗവർണർ എന്നുള്ള നിലയിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ അവന് അതേ നിയമപ്രകാരം കിട്ടേണ്ടതാണ്. തന്റെ ജനം കഷ്ടത അനുഭവിക്കുമ്പോൾ അതൊക്കെ മാറ്റിവെച്ച് അവരോടൊത്ത് താതാത്മ്യപ്പെട്ട്, അത് മാത്രമല്ല അവരുടെ ദുഃഖങ്ങളില് അവരോടൊപ്പം പങ്കുചേർന്ന് അവരെ കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടും താല്പര്യവും ദർശനവും അവരും ഞാനും ഉൾപ്പെടെ ദൈവത്തിന്റെ വചനത്തിന്റെ ചിന്തയിൽ നടക്കണമെന്നുള്ള വലിയ താല്പര്യം. സോ അങ്ങനെയുള്ളതായുള്ള ലീഡേഴ്സ് ചർച്ചകളിൽ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, ചണ്ടി കൂമ്പാരത്തിൽ കിടന്ന, അല്ലെങ്കിൽ ചണ്ടിയായിട്ട് കിടന്ന, ചണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീരെല്ലാം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ചവറായി വെളിമ്പ്രദേശത്ത് തള്ളപ്പെട്ട് ഉണങ്ങിയ അസ്ഥികളായി കിടന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ റെസ്റ്റോർ ചെയ്യുവാൻ ദൈവത്തിന് സാധിച്ചെങ്കിൽ, അതിനെ പാനപാത്രങ്ങളായി അല്ലെങ്കിൽ മാധ്യമങ്ങളായി ഈ ദാസന്മാരെ ഉപയോഗിച്ചെങ്കിൽ, നമ്മളെയും ദൈവം നമ്മുടെ സഭകളില് നമ്മളായിരിക്കുന്ന ഇടങ്ങളില് കർത്താവിന്റെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധങ്ങളായി ഉപയോഗിച്ച് കർത്താവിന്റെ ജനത്തെ റെസ്റ്റോർ ചെയ്ത് ഒരു കൂട്ടം എന്നുള്ളതാണ് നിലയിൽ ദൈവവചനത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനിടയാകട്ടെ. ബൈബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തില് കോട്ടയം ബ്രാഞ്ച് പ്രത്യേകമായിട്ട് എടുത്തിരിക്കുന്ന ഇനീഷ്യേറ്റീവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഇനീഷ്യേറ്റീവാണ്. ഇതിലൂടെ അനേകരെ രൂപാന്തരപ്പെടുത്തുവാനും തിരിച്ചു വരുത്തുവാനായിട്ടും ഈ ദൈവവചന വായനയിലൂടെയും പഠനത്തിലൂടെയും ഇടയാക്കട്ടെ. നേതൃത്വം നൽകുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അവസരം തന്ന നിങ്ങളെ ദൈവം ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ആശീർവാദത്തോടുകൂടി നിർത്താം. പ്രാർത്ഥിച്ച് ആശീർവാദം പറയട്ടെ. സ്നേഹവാനായ ദൈവമേ, തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. നിന്റെ വചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. എസ്രായുടെയും നെഹ്മ്യാവിന്റെയും ജീവിതത്തിൽ ദൈവത്തോടുള്ള അവരുടെ സമർപ്പണവും അതുപോലെ നിന്റെ ജനത്തോടുള്ളതായിട്ടുള്ള താതാത്മ്യപ്പെടലും അതിലൂടെ ദൈവം കൊടുത്തതായിട്ടുള്ള വചനത്തിലൂടെ കൊടുത്ത വലിയ ദർശനവും കർത്താവ്യ ദൗത്യവും അനുഗ്രഹമായി പ്രതികൂലങ്ങളുടെ മധ്യേ, പ്രശ്നങ്ങളുടെ മധ്യേയും അതിനെ അഭിമുഖീകരിച്ച് പൂർത്തീകരിച്ച് നിന്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ എന്റെ ദാസന്മാർക്ക് കഴിഞ്ഞതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പുതിയ നിയമസഭയുടെ അംഗങ്ങളാകുന്ന ഞങ്ങളെയും
വലിയ ദൗത്യത്തോടുകൂടെ കർത്താവ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള വലിയ ദർശനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളുടെ ജീവിതം കർത്താവിന്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാനും അനേകരെ ദൈവവചനത്തിലൂടെ യഥാസ്ഥാനപ്പെടുത്തുവാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്രിസ്തീയ സഭകളിലൊക്കെ വലിയ ഉണർവും രൂപാന്തരവും ഉണ്ടാകുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണം. ഇതേ സംബന്ധിച്ച് എല്ലാവരെയും ആശീർവദിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മാനവമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. ദയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും സഹവാസവും സമാധാനവും നാം ഏവരോടും കേട്ട വചനത്തോടും നമ്മുടെ ജീവിതത്തോടും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.